വാട്ട്സ്ആപ്പ് റൈഡേഴ്സ് യു കെയിൽ എവിടെ പോയാലും നമ്മൾ മോട്ടോർ സൈക്കിൾ ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ അക്കോമഡേഷനാണ് നമുക്ക് ഏറ്റവും എക്സ്പെൻസീവായിട്ട് വരാറുള്ളത്. അപ്പം ഏറ്റവും ചീപ്പായിട്ട് എവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നതിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരം ഇതുപോലുള്ള ക്യാമ്പിംഗ് സൈറ്റുകളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ ക്യാമ്പിംഗ് അതൊരു ചീപ്പായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നതിനെ പറ്റിയൊരു വീഡിയോ ആണ്. അപ്പം ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ന് എസെക്സ് ഭാഗത്താണുള്ളത് യു കെയിലെ. അപ്പം നമ്മൾ കുറേ ദൂരമായിട്ട് രാവിലെ മുതൽ തുടങ്ങിയ റൈഡാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഫുൾ റൈഡായിരുന്നു. ശേഷം ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ഇന്ന് ക്യാമ്പ് ചെയ്യുന്നു. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് റിട്ടേൺ. അങ്ങനെ ഒരു 1 ഡേ ക്യാമ്പിംഗ് ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം നല്ല സീനിക്കായിട്ടുള്ള റൂട്ടുകളുണ്ട്. എസെക്സ് ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ലണ്ടനിൽ നിന്നുള്ളവർക്ക് ആക്സസിബിൾ ആണ്, വളരെ അടുത്താണ്. സീ സൈഡായിട്ട് നല്ല ബോട്ട് ജെട്ടി അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ റിസർവറൊക്കെ ആയിട്ട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പം അവിടെ ഇതുപോലെ ഒരുപാട് ക്യാമ്പിംഗ് സൈറ്റുകളുണ്ട്. അതിപ്പോൾ ഇവിടെ മാത്രമല്ല, ഏത് ഭാഗത്ത് പോകുകയാണെങ്കിലും മോട്ടോർ സൈക്കിളാണോ അല്ല ഇപ്പോൾ കാറിന് വരുവാണെങ്കിലും ഇത് ചീപ്പസ്റ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവേ ഉള്ളൂ. ഇതുപോലെ ക്യാമ്പിംഗ് സൈറ്റുകൾക്ക് വലിയ പൈസയും വരുന്നില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20 പൗണ്ട് മുതൽ ഇതുപോലെ ക്യാമ്പിംഗ് സൈറ്റുകൾ അവൈലബിൾ ആണ്. ഇതിനിപ്പോൾ എത്രയാവുന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ 2-3 പിച്ചുകൾ ഇതുപോലെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ പിച്ചിനാണ് പൈസ വരിക. അപ്പോൾ എല്ലാവരും ഇവിടെ കാറിനൊക്കെ ഒന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ഏതായാലും മോട്ടോർ സൈക്കിൾ ക്യാമ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സൊക്കെ ഓൾറെഡി ഇവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവർ ആ ഭാഗത്ത് എവിടെയാണ് ക്യാമ്പ് ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ഥലങ്ങളിൽ നമുക്ക് ക്യാമ്പ് ചെയ്യാനുള്ളത് ഇതുപോലെ ചെറിയ ടോയ്ലറ്റുകളും മറ്റ് ഷവറിനുള്ള ഫെസിലിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ടെൻറ്റ് കൊണ്ടുവരണം. പിന്നെ അത്യാവശ്യം ക്യാമ്പിങ്ങിന് ചെയറോ അല്ലെങ്കിൽ കുക്ക് ചെയ്യാനുള്ള ആക്സസറീസ് എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള കുക്കിങ്ങും പിന്നെ ക്യാമ്പിങ്ങാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അവരൊക്കെ അവിടെ ഉണ്ട്, അവിടെ പിച്ച് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ, അവിടെ കൊണ്ടുപോയിക്കാം. ഓൾറെഡി ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി. നൈസ് പ്ലേസ് ആട്ടോ, കൊള്ളാം. നൈസ്. ചെറിയൊരു ഫയർ പിറ്റുണ്ട്, ടേബിളുണ്ട്, പിന്നെ എന്താ വേണ്ടേ, പൊളി. 2023 മോഡൽ 1290 KTM. ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയറൊക്കെ സെറ്റ് ചെയ്യുന്നു, ടെൻറ്റ് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് എത്ര പേർക്ക് എടുക്കാൻ പറ്റും? 3? ഇത് ബേസിക്കലി 2 പേർക്കാണ്. ബൈക്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരാൾക്ക് പറ്റില്ല. റൈഡിങ് ഗിയേഴ്സെല്ലാം വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. നിനക്കെന്താ പരിപാടി? നിനക്കെന്താ പണിയില്ലേ? നിനക്കെന്താ പരിപാടി? ഞാൻ ഒഫീഷ്യൽ തിയേറ്റർ ഓഫ് ദ ഇന്ത്യ. ഓക്കെ, ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടതെന്ന് പറയാം. ആദ്യം ഓഫ് കോഴ്സ് ടെൻറ്റ് വേണം. പിന്നെ ഒരു ഫോൾഡ് ചെയ്യാവുന്ന ചെയറുണ്ട്, കെട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഇരിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ ഓൾറെഡി ടേബിളൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ വളരെ സംഭവമാണ്. അത് ക്യാരി ചെയ്യാനാണെങ്കിലും വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ ഇത്രേ ഉള്ളൂ, ഒരു ആമിൻ്റെ അത്രോടെ ഇല്ല ചെയർ. വണ്ടിയിൽ എവിടെ വേണമെങ്കിൽ കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഒരു ബാഗുണ്ട്, ഐ മീൻ സ്ലീപ്പിങ്ങിന് വേണ്ടിയിട്ട്. ബാഗല്ല, ഇതെന്താണ്, ഒരു ബെഡ് പോലെയാണ്. നമുക്ക് ചവിട്ടി ഇത് നിവർത്തിയിടാം. അത് യൂസ് ചെയ്യാവുന്നതാണ്. തറയൊക്കെ അത് റഫാണെങ്കിൽ വിരിച്ചിടാവുന്നതാണ്. ഒരു സ്ലീപ്പിംഗ് ബാഗുണ്ട്. സ്ലീപ്പിംഗ് ബാഗ്, ചെരുപ്പ് മസ്റ്റാണ്, ഇല്ലാണ്ട് പരിപാടി നടക്കില്ല. കാരണം ടോയ്ലറ്റിലൊക്കെ പോകുന്ന നേരത്തൊക്കെ ആണെങ്കിലും ചെരുപ്പ് യൂസ്ഫുള്ളാണ്. ഓഫ് കോഴ്സ് പവർ ബാങ്ക് കാര്യങ്ങൾ, പിന്നെ ക്യാമറയുടെ ചാർജ് ചെയ്യേണ്ട സാധനം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്. പിന്നെ എൻ്റെ ക്യാമറയുടെ ട്രിപ്പോഡ്, ജസ്റ്റ് ഇൻ കേസ് ഇഫ് ഐ നീഡ് ഇറ്റ്. വണ്ടി ലോക്ക്, ഇവിടെ വണ്ടി തെഫ്റ്റ് ഭയങ്കര ഉള്ളതുകൊണ്ട് നമ്മൾ ലോക്ക് കൊണ്ട് എടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ തെറ്റൊന്നും ഉണ്ടാവില്ല. എന്തായാലും വണ്ടി ലോക്ക് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്, നമ്മൾ എന്തായാലും അടുത്താണുള്ളതാണ്. ഇപ്പോൾ ഡിസ്ക് ലോക്ക് ഉണ്ട്, പിന്നെ ജസ്റ്റ് ഒരു എന്താ പറയുക, ലിവർ ലോക്ക് ഉണ്ട്, ബ്രേക്ക് ലോക്ക്. പിന്നീട്
കോഴ്സ് ഒരു ട്യൂബ് എടുത്തിട്ടുണ്ട് എൻ്റെ വണ്ടിയിൽ. ട്യൂബ്ലെസ് അല്ല, ജസ്റ്റ് ഇൻ കേസ് അതിൻ്റെ ആവശ്യമില്ല, എന്നാലും വെറുതെ. ഡ്രസ്സ്, ടോയ്ലറ്ററീസ്, വെള്ളം, വെച്ച് ബേസിക്കലി ഒരു 30-40 ലിറ്റർ ബാഗിനകത്ത് നമുക്ക് ഇതെല്ലാം കൊള്ളിക്കാം. ടെൻറ്റും ബാഗ് ചെയറും കാര്യങ്ങളൊക്കെ ബാക്കിൽ വലിച്ച് കെട്ടുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാവുന്നതാണ്. ഡെഫിനറ്റ്ലി അതൊരു 20 pound റേഞ്ചിൽ നമുക്ക് ഒരുപാട് സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റും. എസ്പെഷ്യലി ഇതുപോലെ ഐൽ ഓഫ് വൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും റൈഡിങ് സീസണുള്ള സമയങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു അക്കോമഡേഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കിത് വളരെ കൺവീനിയൻ്റ് ആണ്. ഇനി അതുമാത്രമല്ല, കാറിന് പോയിട്ടും ഒരുപാട് പേര് ഇതുപോലെ കാർ ആ ഭാഗത്തൊക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരവാൻ ക്യാമ്പ് ചെയ്യാം. പിന്നെ ടെൻറ്റില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എനിക്ക് തോന്നുന്നു ഇവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടെൻറ്റുകൾ അങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും. ബെഡ് നമുക്ക് സെറ്റ് ചെയ്യാം. തുറന്ന് വെച്ചിട്ട് ഇത് ഡെക്കാത്തലോ അല്ല, ഇത് വേറെ എന്തുവാ? ചവിട്ടുന്ന സ്ഥലത്ത് തന്നെ എൻ്റെ ഇത് ഹെയർ ഇൻടേക്കും വരുന്നത്, അതുകൊണ്ട് ടേക്ക് സം ടൈം. പക്ഷേ കുഴപ്പമില്ല, സൂപ്പർ കംഫർട്ടബിൾ ബെഡൊന്നും അല്ല, പക്ഷേ ഇറ്റ്സ് മോർ ദാൻ സഫിഷ്യൻറ്റ് ഫോർ 1 night. ഓക്കെ, കയറി അതെടുത്തോണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതേ ടെൻറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. പക്ഷേ ഇന്നത്തെ നല്ല ചൂടുള്ള ദിവസമായതുകൊണ്ട് ഉള്ളിൽ ഇട്ടില്ലെങ്കിലും പുറമേ ആണെങ്കിൽ ഇടാം. എന്ന് പറയാം സ്ലീപ്പിംഗ് ബാഗ്. ഫുൾ സെറ്റ് നോ. ഫുൾ സെറ്റ് ആയോ? ഓ ആവശ്യമാണല്ലോ. ഓ ഇഷ്ടം പോലെ സ്ഥലം. ഇത് എത്ര പേര് ഓക്കിപ്പ് ചെയ്യണോ? 5 പേരോ 6 പേരോ? പോളസ് ഇത് എത്ര പേരുള്ളത്? എന്താണ് 4? 4? ആ കിടക്കാലോ, ആവശ്യമാണല്ലോ. 4 പേർക്ക് ആവശ്യം എടുക്കാം. കൊച്ചു നല്ലതാണല്ലോ, അടിപൊളിയാണുള്ളത്. ഇത് എത്രയാണോ? 150 pound അല്ല, ഏകദേശം ആ റേഞ്ചല്ലേ? 150 pound. ഓക്കെ, കൊള്ളാം. ഓക്കെ, അതെ, ഒരാൾ ടെന്റ് അടിക്കാൻ നേരത്തെ ഒരു മിനിറ്റ് ഇട്ടൊന്ന് പുള്ളി മറ്റേ വടക്ക് നോക്കിയത് തല വെക്കടാ. ഓക്കെ, തലോണിക്കേടാണ്. ഇതാരും തലോണിക്കേട്ട് ചേട്ടനാണോ? ഫുൾ സെറ്റാണല്ലേ? ടെൻ്റൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വെറുതെ നടക്കാൻ വേണ്ടി പോയിരുന്നു. സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ ഉള്ള ഗോൾഡൻ ലൈറ്റിൽ വളരെ ഭംഗിയായിരുന്നു ആ ഏരിയ കാണാനായിട്ട്. അങ്ങ് ദൂരെ തേംസ് നദിയുടെ പോകുന്ന ബോട്ടുകളും മറ്റ് വലിയ ബാർജുകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. നല്ല തണുപ്പാട്ടോ, വിചാരിച്ച പോലെ.
ഐ വിൽ റെക്കമെൻഡ്. ഐ മീൻ ബിറ്റ് ഓഫ് റോഡ് ട്രൈ ചെയ്യണമെങ്കിൽ, അതില്ലാന്നുണ്ടെങ്കിൽ വേറെ ബൈക്കുണ്ട്. ഓഫ് റോഡ് ചെറുതായിട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് അത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെറിയൊരു ക്യാമ്പിംഗ് നൈറ്റ് കഴിഞ്ഞപ്പോൾ അതിന് പുറത്തിറങ്ങി. നല്ലൊരു സ്റ്റേ ആയിരുന്നു. അതായത് ജസ്റ്റ് ഫോർ 1 day ക്യാമ്പ്, അല്ലെങ്കിൽ 1 day or 2 day or even 3 days വരെ. അതായത് നോർമലി ഇപ്പോൾ NC500 ഒക്കെ പോകുന്ന ആൾക്കാർ 5 days to 10 days ഒക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഹോട്ടൽസ് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ല കാറിന് പോകുന്നവർക്കാണെങ്കിലും ഒരു 2 days ഒക്കെ സുഖമായിട്ട് ചെയ്യാവുന്നൊരു കംഫോർട്ടായുള്ള സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെയാണോ നമ്മുടെ ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടോയ്ലറ്റ് അങ്ങ് സൈഡിലുണ്ടായിരുന്നു. ഈ ഫുൾ ഏരിയയാണ്. ഇവിടെ നമുക്ക് അങ്ങോട്ടേക്ക് ഒരു തേംസ് വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പം തേംസ് വ്യൂ ഒക്കെ കാണാം. തേംസ് വ്യൂ ക്യാമ്പ് സൈറ്റ് എന്നാണ് എൻ്റെ പേര്. സെക്യൂർ ചെയ്യാൻ വേണ്ടി ഇവർ ലോക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ ലോക്കാണ്. ഇതെടുത്തിട്ട് വേണം അൺലോക്ക് ചെയ്യാൻ. ജസ്റ്റ് ലോക്കൽ ഏരിയയ്ക്ക് ഒന്ന് ഇറങ്ങിയിട്ട് പതുക്കെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ലോങ് റൈഡൊന്നുമില്ല. സൺഡേ കൂടെയാണ്. അപ്പോൾ പതുക്കെ ഉച്ച കഴിയുമ്പോഴേക്ക് വീട്ടിൽ പിടിക്കണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു 1 night അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ ക്യാമ്പ് ചെയ്യാനായിട്ട് സുഖമായിട്ട് പറ്റും. അതിലേക്കുള്ളൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ മടുത്തു. അങ്ങനെ രാത്രി അത്ര കംഫർട്ടായിട്ട് നമുക്ക് ഇപ്പോൾ ഉറങ്ങാൻ പറ്റുന്ന വരില്ല. എന്നാലും രാത്രി ഭയങ്കര തണുപ്പായിരുന്നു. പകലൊരു 20, 25, 23, 24 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി ആയപ്പോൾ 10 ഡിഗ്രി ഒക്കെ ആയി. അപ്പം അത് ഇച്ചിരി തണുപ്പായിരുന്നു. പക്ഷേ സ്ലീപ്പിംഗ് ബാഗൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങി. അപ്പം അപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുമായിരിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പം മടുത്തു പോകും എന്തായാലും. പിന്നെ നല്ലോണം പക്ക ഗിയറപ്പ് ചെയ്യുകയാണെങ്കിൽ ഫുൾ വിൻ്ററിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നൈറ്റ് ഇങ്ങനെ തണുപ്പൊക്കെ സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് ഗിയറപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു കംഫോർട്ട് സ്റ്റേ ആണ്. 2-3 ഗേറ്റ് ഉണ്ട്. നമ്പർ ലോക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം സെക്യൂറാണ്, സേഫാണ് ഈ ഏരിയയിലെ സ്ഥലം. ഓക്കെ ബഡി. ഫ്യൂ ക്യാമ്പിങ് മെമ്പർഷിപ്പ് ഫീ ഉണ്ട്. 15 പൗണ്ട് എന്തോ. പിന്നെ ഒരു പിച്ചിന് 15 പൗണ്ട് എന്തോ. പിന്നെ പെർ മെമ്പർ 5-6 പൗണ്ട് അങ്ങനെ. അപ്പോൾ നമുക്ക് 2 പിച്ച് എടുത്തുകൊണ്ട് 6 പേരുണ്ടായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു 85 പൗണ്ട് ആ റേഞ്ചിലായത്. അപ്പം അതത്ര എക്സ്പെൻസീവ് അല്ലായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 1 night ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ബുക്ക് ചെയ്തിട്ട് ഒന്ന് ക്യാമ്പ് ചെയ്ത് നോക്കുക. കംഫോർട്ട് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ആ പരിപാടി ഡ്രോപ്പ് ചെയ്യുക. പിന്നെ ആദ്യത്തെ പ്രാവശ്യം പോകുമ്പം അത്യാവശ്യം തണുപ്പിനും ഒക്കെയുള്ള വെതർ നോക്കിയിട്ട് അതിന് പറ്റിയ ഗിയർ ചീപ്പായിട്ട് നമുക്ക് ഡെക്കാത്ലോണോ അല്ലെങ്കിൽ ആൽഫോർഡ്സ് എനിക്ക് എല്ലായിടത്തും തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ഔട്ട്ഡോർ അങ്ങനെ കുറേ ഔട്ട്ഡോർ ഗിയേഴ്സൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്സും ഡീറ്റെയിലേഴ്സൊക്കെ ഉണ്ട് യൂട്യൂബിൽ. അപ്പം ഉടനെ അത്യാവശ്യമുള്ള സാധനം മേടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പതുക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയുള്ള ഈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗൈസ് ടേക്ക് കെയർ, റൈഡ് സേഫ് ആൻഡ് ഐ സീ യു.